ആകാശവാണി വാർത്താ വീക്ഷണം. മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ. അവതരണം ദീപു SL. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പുരോഗമിക്കുന്നു. ലോകത്തിലെ ഭക്തി നിർഭരവും സമാധാനപരവുമായ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം. ഐക്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ശാശ്വതമായ സത്യാന്വേഷണത്തിന്റെയും ആഘോഷം. ആത്മാവിനെ ശുദ്ധീകരിച്ച് പവിത്രമായ ജീവിതയാത്രയ്ക്ക് ഊർജം പകരുക എന്ന ലക്ഷ്യമാണ് ഇവിടെ സാർത്ഥകമാകുന്നത്. രാജ്യത്തെ 4 നിർദ്ദിഷ്ട പുണ്യസ്ഥലങ്ങളിൽ ഒന്നിലാണ് മഹാകുംഭമേള നടക്കുന്നത്. കുംഭമേളയുടെ കാലയളവിൽ വിശേഷ ദിവസങ്ങളിലെ പുണ്യസ്നാനങ്ങളാണ് പ്രധാനം. 45 ദിവസത്തെ മഹത്തായ തീർത്ഥാടന യജ്ഞം ജനുവരി 13 തിങ്കളാഴ്ചയാണ് പ്രയാഗ്രാജിൽ ആരംഭിച്ചത്. 2025 മഹാകുംഭമേളയുടെ ആദ്യ ദിനം ഐക്യവും വസുധൈവ കുടുംബവും, അതായത് ലോകം ഒരു കുടുംബമാണ് എന്ന സന്ദേശമാണ് നൽകിയത്. ഈ മാസം 26 വരെ നീളുന്ന ഭക്തിസാന്ദ്രമായ മഹാമേളയിൽ 45 കോടി ജനങ്ങളുടെ പങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. അസുലഭ നിമിഷത്തിന് സാക്ഷികളാകാനും ത്രിവേണി സംഗമ പുണ്യം നുകരാനും വിദേശികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ പുണ്യനദീതീരത്തിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തുകയാണ്. മേളയ്ക്ക് മുന്നോടിയായി നടന്ന സ്നാനത്തിൽ 25 ലക്ഷത്തിലേറെ പേരാണ് പങ്കെടുത്തത്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ ഒത്തുചേരുന്ന ത്രിവേണി സംഗമത്തിലാണ് പുണ്യസ്നാനം. ജനുവരി 14 ചൊവ്വാഴ്ച മകരസംക്രാന്തി അമൃത സ്നാനത്തോടനുബന്ധിച്ച് 3,50,00,000-ലധികം ഭക്തരും തീർത്ഥാടകരും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. 10 ദിവസം പിന്നിട്ടപ്പോൾ തീർത്ഥാടകരുടെ എണ്ണം 10 കോടി കവിഞ്ഞു. കൊടും തണുപ്പും ഇടതൂർന്ന മൂടൽമഞ്ഞും അവഗണിച്ചാണ് അമൃതസ്നാൻ എന്ന പുണ്യസ്നാനം നടത്താൻ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലേക്ക് ഭക്തർ ഒഴുകിയെത്തിയത്. അർദ്ധകുംഭമേള, പൂർണ്ണകുംഭമേള, മാഘകുംഭമേള, മഹാകുംഭമേള എന്നിങ്ങനെ വിവിധ തലങ്ങളിലും വിവിധ വേദികളിലും വ്യത്യസ്തമായ സമയങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത്. 3 വർഷം കൂടുമ്പോഴാണ് സാധാരണ കുംഭമേള. 6 വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമാണ് അർദ്ധകുംഭമേള നടക്കുന്നത്. ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് പൂർണ്ണ കുംഭമേളകൾ നടത്താറുള്ളത്. മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത്. 12 വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന 12 പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തർ വിവിധ സ്നാനഘട്ടുകളിൽ പ്രാദേശിക പാരമ്പര്യമനുസരിച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു. ജനുവരി 14 മകരസംക്രാന്തി, ജനുവരി 29 മൗനി അമാവാസ്യ, ഫെബ്രുവരി 3 ബസന്ത് പഞ്ചമി, ഫെബ്രുവരി 12 മാഘി പൂർണിമ, ഫെബ്രുവരി 26 മഹാശിവരാത്രി എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ആഘോഷ ദിനങ്ങൾ. ജനുവരി 25 മുതൽ 30 വരെ മൗനി അമാവാസി കാലത്ത് 7 കോടിയിലധികം ഭക്തരാണ് പുണ്യസ്നാനത്തിൽ പങ്കെടുത്തത്. ഇതുവരെ 35 കോടി ഭക്തർ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയതായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ശനിയാഴ്ച പ്രയാഗ്രാജിലെ മഹാകുംഭിലെത്തി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം ഉപരാഷ്ട്രപതി ബഡേ ഹനുമാൻ മന്ദിറിൽ പൂജ നടത്തി. മഹാകുംഭത്തിലെ അമൃതസ്നാനത്തിൽ പങ്കെടുത്ത ഭക്തരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭക്തിയുടെയും ആത്മീയതയുടെയും യഥാർത്ഥ പ്രതിഫലനമാണ് പ്രയാഗ്രാജിൽ കാണുന്നതെന്ന് മഹാകുംഭത്തിന്റെ നേർക്കാഴ്ചകൾ പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ത്രിവേണി സംഗമത്തിലെ പുണ്യജലത്തിൽ സ്നാനം ചെയ്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആഭ്യന്തരമന്ത്രിയെ അനുഗമിച്ചു. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആഘോഷമാണിതെന്നും ഈ മഹത്തായ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമാണെന്നും തീർത്ഥാടകർ പറയുന്നു. ഈ വർഷത്തെ മഹാകുംഭമേള പുരാതന ആചാരങ്ങളുടെയും ആധുനിക മുന്നേറ്റങ്ങളുടെയും സമന്വയമാണ്. പ്രയാഗ്രാജിൽ ഭക്തർക്കും തീർത്ഥാടകർക്കും സർക്കാർ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബഹുഭാഷാ സൗകര്യം ലഭ്യമാക്കുന്നതിനായി നൂതനമായ ഭാഷിനി പ്ലാറ്റ്ഫോം ഒരുക്കി. ഭാഷിനി 11 ഭാഷകളിൽ തത്സമയ വിവർത്തനവും ശബ്ദവിന്യാസവും നൽകുന്നു. ഈ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെ സന്ദർശകർക്ക് അവരുടെ അടിയന്തര ആവശ്യങ്ങളും പരാതികളും അവരുടെ മാതൃഭാഷയിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. തടസ്സമില്ലാത്ത സഞ്ചാരപാത സംബന്ധിച്ച തത്സമയ വിവരങ്ങളും സഹായവും ഇതിലൂടെ ലഭ്യമാണ്.
സുരക്ഷയും സുഗമമായ നടത്തിപ്പും ഉറപ്പാക്കാൻ സർക്കാർ ശക്തമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി 100 മീറ്റർ വരെ മുങ്ങാൻ കഴിവുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾ നിരീക്ഷണത്തിനായി സ്ഥാപിച്ചു. തത്സമയ നിരീക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള 2700-ലധികം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. സ്നാനഘട്ടങ്ങളുടെ നീളം 8 കിലോമീറ്ററിൽ നിന്ന് 12 കിലോമീറ്ററാക്കി വിപുലപ്പെടുത്തി. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. വാഹന പാർക്കിംഗ് ഏരിയ മാത്രം 1850 ഹെക്ടറിലാണ്. 3000 ക്യാമറകളുടെ സഹായത്താലാണ് ഇത്തവണ തിരക്ക് നിയന്ത്രിക്കുന്നത്. ഡൽഹിക്കും പ്രയാഗ്രാജിനുമിടയിൽ എയർ ഇന്ത്യ ദിവസേന വിമാന സർവീസ് നടത്തുന്നു. റെയിൽവേ 13100-ലധികം ട്രെയിനുകൾ ഓടിക്കും. ഭക്തരുടെ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 100 കിടക്കകളുള്ള ആശുപത്രി സ്ഥാപിച്ചിട്ടുണ്ട്. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ട് ആകാശവാണിയുടെ കുംഭവാണി വാർത്താ ബുള്ളറ്റിനുകൾ ദിവസം 3 തവണ പ്രക്ഷേപണം ചെയ്യുന്നു. അതിനിടെ മൗനി അമാവാസി ദിവസം തിക്കിലും തിരക്കിലും 30 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷൻ പ്രയാഗ്രാജിലെ സംഗം ഘട്ട് സന്ദർശിച്ചു. സംഭവത്തിന്റെ കാരണവും സാഹചര്യവും കമ്മീഷൻ അന്വേഷിക്കുകയും 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയുന്നതിനുള്ള നടപടികളും കമ്മീഷൻ ശുപാർശ ചെയ്യും. മഹാകുംഭമേള ആഗോള ശ്രദ്ധ ആകർഷിക്കുകയാണ്. മനുഷ്യരാശിയുടെ അനിർവചനീയമായ പൈതൃകമെന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠർ മുതൽ ഗവേഷകർ വരെ കുംഭമേളയുടെ ഭാഗമാകുന്നുണ്ട്. 10 രാജ്യങ്ങളിൽ നിന്നുള്ള 21 അംഗ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി. ഫിജി, ഫിൻലാൻഡ്, ഗയാന, മലേഷ്യ, മൗറീഷ്യസ്, സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംഘത്തിലുണ്ടായിരുന്നു. 77 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരുൾപ്പെടെ 118 അംഗ പ്രതിനിധി സംഘവും സംഗമത്തിൽ സ്നാനം നടത്തും. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിന്റെ പ്രതീകമായ ഈ ആത്മീയ പരിപാടിയോടുള്ള ആഗോള താൽപ്പര്യമാണ് ഇത് കാണിക്കുന്നത്. കുംഭമേളയെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതാണ്. സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ 12 വർഷത്തിലും ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക് എന്നീ സ്ഥലങ്ങളിൽ കുംഭമേള ആഘോഷിക്കുന്നു. പുണ്യസ്നാനത്തോടൊപ്പം ദർശന സായുജ്യം തേടിയെത്തുന്നവരും കുറവല്ല. ആത്മീയ പുനരുജ്ജീവനം മാത്രമല്ല, ആതിഥേയ നഗരത്തിലും സംസ്ഥാനത്തും മഹാകുംഭമേള ജനങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക നേട്ടത്തിനും വഴിയൊരുക്കും. വൻതോതിൽ ജനങ്ങൾ എത്തുന്നതിനാൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതയും വളരെ വലുതാണ്. വിവിധ മേഖലകളിലായി 8 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യുന്ന 12 ലക്ഷം താൽക്കാലിക തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പ്രാദേശിക കരകൗശല വിദ്യയെ ഉയർത്തിക്കാട്ടുന്ന ഒരു ജില്ല, ഒരു ഉൽപ്പന്നം, ജീവസുറ്റ മ്യൂസിയമായ കലാഗ്രാമം തുടങ്ങിയ പ്രദർശനങ്ങൾ മേളയെ കൂടുതൽ സമ്പന്നമാക്കുന്നു. 45 ദിവസം നീണ്ടുനിൽക്കുന്ന കുംഭമേളയ്ക്കായി ഏകദേശം 7000 കോടി രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. എന്നാൽ വരുമാനം ഏകദേശം 2 ലക്ഷം കോടി രൂപ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ. 4.5 ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് പ്രതീക്ഷിക്കുന്നത്. മഹാകുംഭമേള ഒരു ആത്മീയ സംഗമം എന്നതിലുപരി രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ഭാരത ദർശനത്തിന്റെയും സാക്ഷ്യപത്രം കൂടിയാണ്. മനുഷ്യരാശിയുടെ അനന്യ പൈതൃകമായി കണക്കാക്കപ്പെടുന്ന മഹാകുംഭമേള സനാതന സംസ്കാരത്തിന്റെ ആശയത്തെ പ്രതിനിധീകരിക്കുകയും ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും വിസ്മയം ജനിപ്പിക്കുകയും ചെയ്യുകയാണ്. വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും കാലാതീതമായ സത്തയുടെ സാക്ഷ്യമായി കുംഭമേള നിലനിൽക്കും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.